കൃപാസനാലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോപ്പയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ചിപ്പി. ഞാൻ വള്ളക്കടവ് ഇടവക, ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ മമ്മി വഴിയായിട്ടാണ് കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. 2022 ജൂലൈയിൽ ഞാൻ മെഡിക്കൽ പ്രൊഫഷണലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജൂലൈയിൽ ഞാൻ അബുദാബിയിലേക്ക് പോകാനുള്ള ഹാർഡ് എക്സാം എഴുതിയിരുന്നു. ഒരു 5 മാസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരുവിധ അവിടെ നിന്നൊരു റിക്രൂട്ട്മെൻറ്റും വരുന്നില്ലായിരുന്നു. കുറേ ശ്രമിച്ചു, ഒരുപാട് മെയിലുകൾ അയച്ചു, പക്ഷേ അതിനൊന്നും ഒരു റിപ്ലൈയോ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പോലും വരുന്നില്ലായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്തു. നമുക്ക് ഈ നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ലാത്തതുകൊണ്ട് ഡിസംബർ മാസം, അതായത് 5 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ താൽക്കാലികമായിട്ട് കയറാമെന്ന് ഓർത്ത് അവിടെ ഒരു ബാംഗ്ലൂരിലൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പം ഞാൻ സെപ്റ്റംബറിൽ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പോകുന്നത്. ആ ഉടമ്പടി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ ചെയ്തിരുന്നു. അത്രയും നന്നായിട്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടാതെ വന്നപ്പോൾ ഭയങ്കര ഒരു നിരാശ വന്നിരുന്നു. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഭയങ്കരമായിട്ട് നിരാശ കയറി. വിശ്വാസമുണ്ട്, പക്ഷേ പ്രത്യാശയില്ല. അപ്പോൾ പതുക്കെ ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ യൂഷ്വലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കൃപാസനത്തിലെ പ്രാർത്ഥനകളോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും എല്ലാം വിട്ടുപോയിരുന്നു. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയായിരുന്നു, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ ട്രൈ ചെയ്യണം, വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണെങ്കിലും പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴും വിസിറ്റിംഗ് വിസ എടുത്താലും എനിക്ക് അവിടെ പോയി ചെയ്യാനായിട്ട് അവിടെ എനിക്ക് അറിയുന്നവരാരും തന്നെ ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണം. അവിടെ ഇപ്പം 3 മാസത്തേക്കാണ് വിസിറ്റിംഗ് വിസ ഉള്ളത്. അപ്പോൾ അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ അത് കാരണം ഞാൻ ഇങ്ങനെ വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി, ഓക്കെ പോയേക്കാം എന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ ഓക്കെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു. അപ്പോൾ ഞാൻ കൃപാസനത്തിലൊന്ന് അതിന് മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു അക്രൈസ്തവൻ്റെ സാക്ഷ്യം കേൾക്കാനിടയായി. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ ആദ്യത്തെ 6 കാര്യങ്ങളും സാധിച്ചു കിട്ടി. അത് ഉടമ്പടി 90 ഡേയ്സ് തീരുന്നതിന് മുന്നേ തന്നെ സാധിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഡൗട്ട് ചെയ്തു, എന്താണ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും നന്നായിട്ടാണ് ഇത് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ഞാൻ നന്നായി ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടാതെ പോയതെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മമ്മിയോട് പോയി ചോദിച്ചു, മമ്മി നമുക്ക് മാത്രം എന്താ കിട്ടാത്തതെന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഉടമ്പടി എടുത്തത്, അല്ലെങ്കിൽ അതിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിലുപരി ജോസഫച്ചൻ പറഞ്ഞ പോലെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്കിത് വേണം, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാന്നുള്ള രീതിയിൽ മമ്മീനോട് പറഞ്ഞു. സോ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ സ്നേഹിക്കുമല്ല, ശരിക്കും നമ്മൾ ചോദിച്ച് വാങ്ങിക്കാനൊരു കരാർ ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ, സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഉടമ്പടിയെ പറ്റി പഠിക്കുകയും ആ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ആ പുസ്തകം വായിച്ചു നോക്കുകയും ഒന്നുകൂടെ കുമ്പസാരിക്കുകയും പിന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി 2024 ഫെബ്രുവരിയിൽ ഞാൻ എടുത്തിട്ട് ഞാൻ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പോണോ വേണ്ടയോ, അവിടെ ചെന്നാൽ എങ്ങനെയാണ്, എവിടെ സ്റ്റേ ചെയ്യും, ആരുമില്ല, ഒരു കസിൻസോ ആരുമില്ല, അവിടെ എങ്ങനെ നിൽക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അത് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു തോന്നൽ തോന്നി, ഓക്കെ എനിക്ക് നല്ലൊരു ധൈര്യം വന്നു, പോയേക്കാം, എന്താണെങ്കിലും പോയേക്കാം എന്നുള്ളൊരു ധൈര്യം വന്നു. അവിടെ ചെന്ന് ഞാൻ ആദ്യത്തെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ല ഈസി ആയിരുന്നു. 2 ഇൻ്റർവ്യൂ എനിക്ക് നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് അവരുടേതായ പ്രയോറിറ്റീസ് ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിസിറ്റിംഗ് വിസ 3 മാസമാണുള്ളത്. അപ്പം 3ാമത്തെ മാസത്തിൻ്റെ ലാസ്റ്റാണ് എനിക്കിത് കോൾ വരുന്നത്. അപ്പോഴേക്കും നമ്മളുടെ പ്രത്യാശ ആകെപ്പാടെ പോകാനുള്ള പ്രത്യാശയുണ്ട്, പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 3ാമത്തെ മാസം ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ പൈസയും കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 3rd മന്ത് ലാസ്റ്റ്, അതായത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കോൾ വന്നെന്ന് പറഞ്ഞാൽ 1:30ക്കാണ് എനിക്ക് കോൾ വരുന്നത്. ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. 1:30ക്ക് കോൾ വന്നു. അവരെന്നോട് പറഞ്ഞത് 4:30ക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടിരുന്നോളം പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എന്താ അവരോട് റിപ്ലൈ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എൻ്റെ ഇതിൽ പരിമിതികളുണ്ട്, മാതാവേ നിൻ്റെ ഉപ്പും എണ്ണയും മാത്രം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു. എനിക്ക് പഴയ ഇൻ്റർവ്യൂ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് എന്താ പറയുക, നല്ല രീതിയിലൊന്നും പറയാൻ സാധിച്ചില്ല. 2-3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ഒരു 3/4 മണിക്കൂർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഞാൻ എന്താ പറഞ്ഞത് എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നാലും ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ടഫായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് മാതാവ് കയറ്റി വിടുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവർ വിളിച്ചിട്ട് HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ്
സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഓഫർ ലെറ്റർ വരുന്നില്ല. വിത്തിൻ 1 വീക്ക് നമുക്ക് ഓഫർ ലെറ്റർ വരേണ്ടതാണ്, വന്നിട്ടില്ല. 1 മന്ത് കഴിഞ്ഞു, വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ ജോബ് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടും ഞാനപ്പോൾ നല്ലോണം മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്താണ് ഇങ്ങനെ എനിക്ക് ഇത്രയും ഡിലേ ആവണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എനിക്കൊരു സ്വപ്നത്തിൽ മാതാവ് ഇങ്ങനെ നമ്മുടെ കൃപാസന മാതാവ് ഒരു റെഡ് ഷോള് കവർ ചെയ്തിരിക്കുന്നത് കണ്ടു. ആ ഷോൾ അങ്ങ് മാറ്റിയപ്പോൾ മാതാവിൻ്റെ പകുതി ഭാഗമേ കാണുന്നുള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ ഈ അരയുടെ മേളിലോട്ടുള്ള ഭാഗമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, അത്രയും ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്തായിരിക്കും അത് അങ്ങനെ പകുതിയായിട്ട് കാണുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രെയർ കാര്യങ്ങൾ ധ്യാനം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് UAE ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടെ ജോലിയും ഇല്ലല്ലോ, എനിക്ക് അതുപോലെ എൻ്റെ കയ്യിൽ അതുപോലെ ഫണ്ടും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ്, ഇപ്പം ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ പ്രേക്ഷിത പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഒരു കുറേ 2 ഘട്ടമായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അവിടെ 2 പള്ളികളാണുള്ളത്. ആ 2 പള്ളികളിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സംസാരിച്ച് ഞാൻ വിതരണം ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞ ഡേറ്റ് ജൂലൈ 3 ഞാൻ ഡേറ്റ് പറഞ്ഞു തന്നത്. എനിക്ക് ജൂലൈ 1 തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ജൂലൈ 2 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നു. 3 തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ റെഡിയായി. പിന്നെ MOHൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ എക്സാമിനല്ല എനിക്ക് കിട്ടിയത്. അതിൻ്റെ കുറച്ച് ഇഷ്യൂസും ഡിലേയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സെപ്റ്റംബർ 2 എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ഒരു 1 ഇയർ ആയിട്ട് ആഫ്റ്റർ പീരീഡ്സിൽ കഴിഞ്ഞ് എനിക്ക് നല്ല പെയിൻ, ഒരു പ്രിക്കിംഗ് പെയിൻ വരും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാല് വരെ റേഡിയേറ്റ് ചെയ്യും, കാലിൻ്റെ വിരൽ വരെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ പ്രിക്ക് ചെയ്യുന്ന പോലെ പെയിൻ ആയിരിക്കും. സാധാരണ എല്ലാവർക്കും മുന്നെയാണ് വരുന്നത്, എനിക്ക് ശേഷമായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോൾ വന്നാലും എനിക്ക് പേടിയാണ്. അതിനോടുള്ള പേടിയുണ്ട്. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഭയങ്കര പെയിൻ കില്ലറൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ മാക്സിമം ഞാൻ എടുക്കാണ്ട് നോക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തൈലം തൂത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ അത് എല്ലാം കൃത്യമായിട്ട് എല്ലാ മാസങ്ങളും വരുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനും മമ്മിയും പത്രപ്രവർത്തനമായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും കാരുണ്യ പ്രവർത്തനമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തായിരുന്നു. രോഗികളെ കാണുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത്, അതായത് ഞാൻ UAE പോയി കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ മമ്മിക്ക് കുറച്ച് കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് പറയും. പിന്നെ ഇതുപോലുള്ള പ്രിൻ്റ് എടുത്തിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ പത്രത്തിൻ്റെ കുറേ പത്രം നമ്മുടെ പള്ളിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് അവിടെ ചുമ്മാ കെട്ടുകളായിട്ട് കിടക്കുന്നത് ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്തു കൊടുത്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.